ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ചാവക്കാട് മുനിക്കക്കട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ എന്തിനാണ് പോകുന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാവക്കാട് മുനിക്കക്കടവയ്ക്കാണ് ചൂണ്ടാൻ വേണ്ടി വന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഫ്രണ്ട്സോളും കൂട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടുകൾ. ഇതൊക്കെയാണ് നമ്മൾ ചൂണ്ടാനായിട്ട് വന്നുള്ളത്. നമ്മുടെ ഈ ഭാഗത്താണ്. ഇതിൻ്റെ പേര് പറഞ്ഞത് മുനക്കക്കടവ് എന്നാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടിട്ട് വല്ല മീനെ കിട്ടുമെന്ന് നോക്കി നോക്കാം. നമുക്ക് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നല്ല തിരയാണ് കടലിൽ. നമ്മൾക്കിപ്പോൾ നേരെ അങ്ങോട്ട് നടന്നു പോകാനൊക്കെ പറ്റണം, നടന്നടിക്കും. ഇപ്പോൾ കടൽ നന്നായിട്ട് ഇങ്ങോട്ട് കയറിയൊക്കെയാണ്. പിന്നെ അതുപോലെ നല്ല തിര അടിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ നനയും. അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ വന്നാൽ പിന്നെ ചോദിച്ചു ചേട്ടന്മാരോടൊക്കെ അവിടുത്തെ എങ്ങനെയാണ് മീൻ കിട്ടണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അവർ മീനെ അവർക്ക് അധികം കിട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞവർ. അപ്പം നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെക്കാം, മീനെ കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നല്ല തിരയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാവും, നല്ല തിരകൊണ്ട് നിൽക്കാൻ പറ്റില്ല. സൗണ്ട് അധികം കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തായാലും ഇട്ടൊക്കെ നോക്കാം. എത്ര മീൻ കിട്ടും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ചൂണ്ടൽ നടത്തി പോകാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കായലും കടലും കൂടി ഒന്നാണ് സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഡേഞ്ചർ സ്ഥലമാണ്. അവിടെ പൊതുവെ നല്ല ഒഴുക്കാവുക. അപ്പോൾ ഇവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ ബോട്ട് കിടക്കുന്നുണ്ട്. ഇത് കുറേ കാലമായിട്ട് കിടക്കണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടറാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും കയറുമ്പോൾ ചൂണ്ടറാറുള്ള സ്ഥലം. എന്തായാലും ഇന്ന് വരുമ്പോൾ തിരക്ക് കുറവാണ്. ഇത് കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ആൾക്കാരിപ്പോൾ വരാറില്ല തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 2-3 ഏട്ടന്മാരാണ് കാണാമല്ലോ. അപ്പോൾ നമ്മളിന്ന് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടയുടെ റോഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഇന്ന് എടുത്തുള്ളതെന്ന് വെച്ചാൽ മറ്റേ ഏറ് ചൂണ്ടയാണ് എടുത്തുള്ളത്. ഇതാണ് നമ്മുടെ ഏറ് ചൂണ്ട. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സാധാ നൂലിനെ കാട്ടി ഇത്തിരി കട്ടിയുള്ള നൂലാണ് പിന്നെ നമ്മൾ എടുത്തുള്ളത് ഈ കടലിൽ കിടാൻ വരുമ്പോൾ. അപ്പോൾ ഈ മീനങ്ങനെ പെടുമ്പോൾ നമ്മളതിന്ന് പൊട്ടിപ്പോരുതല്ലോ. പിന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ തീറ്റയായിട്ട് എടുത്തുള്ളത് കോഴിക്കോടിലും പിന്നെ ചാള പിന്നെ എന്താ ഇതുപോലെ എടുത്തുള്ളത് ചെമ്മീനാണ് നമ്മൾ എടുത്തുള്ളത് ഇന്ന് തീറ്റയായിട്ട് ഇട്ടുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിൽ കോർത്തിട്ട് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ചൂണ്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അപ്പുറത്തൊരു ഏട്ടനോട് ചൂണ്ടിട്ടുണ്ട്. മൂപ്പരാളോട് ചോദിച്ചപ്പോൾ ഒരാളും പറഞ്ഞ് മൂപ്പരാൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. പിന്നെ പൊതുവേ ഇന്ന് തിര കൂടിയതുകൊണ്ട് കടലൊക്കെ ഇത്തിരി ഇതാണ്, മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് മീൻ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് ഒരാളും പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് ഇട്ടേക്ക് വെക്കാം, കിട്ടിയില്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താ വെച്ചാൽ വല്ല നടക്കുമോ? അപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആർക്കും മീനെ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നല്ല തിരയാണ്, പിന്നെ കലങ്ങിയ വെള്ളമൊക്കെ ആയതുകൊണ്ട് മീനെ കിട്ടാനും ചാൻസ് കുറവാണ്. അവിടുത്തെ ഏട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണമായി മീനൊന്നും കിട്ടാത്തതുകൊണ്ട്.
നല്ല മഴക്കാറ് വരുന്നുണ്ട്. പണി കിട്ടാൻ നമുക്കറിയില്ല. നല്ല മഴക്കാറാണ്. അപ്പം നമ്മുടെ ചേട്ടനെ ഏതോ മീൻ അടിച്ചിട്ട് തോന്നുന്നു. മൂപ്പരാൾ നല്ല വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും മീനൊന്നും കിട്ടിയിട്ടില്ല. മൂപ്പരാളുടെ മീനുകൾ നമുക്ക് നോക്കി വെക്കാം. പിന്നെ നമ്മുടെ ചൂണ്ട കംപ്ലൈൻ്റ് ആയിക്കാണ്. നമ്മുടെ ചൂണ്ട റോഡ് കംപ്ലൈൻ്റ് ആയി എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ പറ്റിയില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ ചൂണ്ട റെഡിയാക്കിയിട്ടുള്ള ഫിഷിംഗ് ആയിട്ട് വരാം. നമ്മൾ ഇന്നിപ്പോൾ വന്നത് വെറുതെ ഫ്രണ്ട്സൊക്കെ ഉള്ളതാണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വന്നതാണ്. അപ്പോൾ മൂപ്പരാൾക്ക് എന്തോ കച്ചടയാണ് കിട്ടിയുള്ളത്. ഫുള്ള് കച്ചടയാണ്. നേരത്തെ ഇട്ടപ്പോഴും മൂപ്പരാൾക്ക് തന്നെ കിട്ടിയത്. മീനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കച്ചടയാണ് കൂടുതലും കടലിൽ ഇപ്പോൾ ആൾക്കാർ വേസ്റ്റ് തള്ളിയിട്ട്. അപ്പോൾ നല്ല മഴക്കാറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ ചെറുതായി ചാറുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും മീനൊന്നും ഇതിലായിട്ട് കിട്ടിയിട്ടില്ല. നല്ല തിരയാണ്. പിന്നെ അധിക നേരം ഇവിടെ നിൽക്കുന്നതും അത്ര സേഫല്ല. അപ്പോൾ നമുക്ക് നല്ല കാറിക്ക് തിരിക്കാം. പറഞ്ഞ പോലെ തന്നെ നല്ല മഴ കിട്ടി. അപ്പോൾ കാറിക്ക് വന്നു. നമുക്കിനി അപ്പോൾ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നമുക്കൊന്നും മീനൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ പോയപ്പോൾ പിന്നെ അവിടുത്തെ ഏട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നാമത്തെ കലങ്ങിയ വെള്ളവും പിന്നെ അതുപോലെ തന്നെ നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പോകുമ്പോൾ അവിടെ അത്ര തിരയൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അവർക്കും അധികം മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നല്ല മീൻ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കണം. അതുപോലെ അതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് പുതിയ വീഡിയോ നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.